ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ജനിച്ച ദിവസം കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു കാലാവസ്ഥയാണല്ലേ, എന്താ മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കാണാം. നമ്മൾ പൊന്നുണ്ടല്ലോ കേൾക്കുമ്പോൾ എൻ്റെ പേര് എഴുതാണ്, പേരല്ലല്ലേ, ഹാപ്പി ബർത്ത്ഡേ അത് എഴുതിയിട്ടില്ലല്ലോ. ഓ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കുകയാണ്. ആ മാന്ന് എഴുതിയാലും മതി, HBD എഴുതിയാൽ മതിട്ടോ, ഫുള്ളായിട്ട് എഴുതൊന്നും വേണ്ട. ഓളുണ്ടാക്കിയ കേക്കാണ് കേട്ടോ. ഇവിടെ ചോക്ലേറ്റ് കുറഞ്ഞോ, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പം അങ്ങനെതാ എഴുതാണ്, പേര് എഴുതാണ്, നോക്കട്ടെ. അത് വരുന്നില്ല കേട്ടോ. നമ്മൾ കവർ ഏതാന്ന് നിങ്ങൾ കാണണം. 2 പൈപ്പിംഗ് ബാഗ് കൊണ്ടുവന്ന് 2ൻ്റെ അടുത്തുനിന്ന് പോയിക്കോണു കേട്ടോ. എനിക്ക് തോന്നണേ നമ്മളെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോകണില്ലേ, ഹരിത ഗവൺമെൻറ് ആയി കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സംഭവം വേറെ കവറിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ അത് പോയിട്ടുണ്ട്. അപ്പോൾ അവള് വേറൊരു കവറൊക്കെ എടുത്ത് ഇന്നലെ ചെന്തെടുത്തി തന്നെ പാലിൻ്റെ പാക്ക് അടുത്തിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ട് ഇന്നലെ ഫാൻസി ചോദിച്ചിട്ടൊന്നും നമുക്ക് പൈപ്പിംഗ് ബാഗ് കിട്ടിയില്ല. വൈകുന്നേരം സാധനം വാങ്ങാൻ പോയപ്പോൾ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ദിവസമായിട്ടാവും. നമ്മൾ പ്രസവിച്ചൊക്കെ ആവുമ്പോൾ നമ്മൾ ഉറക്കല്ലേ, അതേപോലെ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു മടി. രാവിലെ കിച്ചണിൽ കയറാനൊക്കെ എന്തോ ഒരു മടി. ആ ബാനോട് എണീപ്പിച്ചതാട്ടോ. ഒരു 7:30 ആകുമ്പോൾ എണീപ്പിച്ച് നിങ്ങൾ പൊറോട്ട മുട്ടക്കറിയും കൊണ്ടുവരും ചോദിച്ചപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഏതാ പോവാൻ നിൽക്കുന്നുള്ളൂ. ആ പൊന്നൂനാണെങ്കിൽ 8:10 പോകണം, 8:30 എക്സാം. ട്യൂഷനിൽ ഇന്ന് അവസാനത്തെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പത്തിന് വേഗം കൊണ്ടുവന്ന് അവൾക്ക് കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റാൻ നിന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി പഠിക്കട്ടെ, കേൾക്കുമ്പോൾ വൈകുന്നേരം നിന്നിട്ടേ ബയോളജി എക്സാം അതുകൊണ്ട് പിന്നെ അത്ര ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ടോ. അപ്പോൾ മുത്തുട്ടി എനിക്ക് ബർത്ത്ഡേ പറയാം. അപ്പോൾ അതാ മുത്തുട്ടി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. താങ്ക് യു. പൊന്നൂൻ്റെ അവസാനഘട്ട പഠനത്തിൽ കേട്ടോ 2 പാടാണ് എടുത്തിട്ടുള്ളത് ആകെ. എങ്കിലും അല്ലു തണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ആദ്യക്കൂട്ട് എണീറ്റ് വന്നിക്കണം. മോനുണ്ട് എണീറ്റ് വന്നാൽ പിന്നെ മുറ്റത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും. ഒരു വലിയൊരു ഇതൊന്നും ഇല്ല. രാവിലെ എണീറ്റ് വന്നാൽ ഭയങ്കര വിശപ്പാണ്. രാത്രി വല്ലാണ്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓനെ കാട്ടണുണ്ട്. ഞാൻ വീഡിയോ എടുക്കുക പറഞ്ഞാൽ പിന്നെ ഓനെ കാട്ടണം, എന്തൊക്കെയോ പറയുകയാണ്. എന്തേ പൂച്ചന്തിനെ കൊടുക്കുന്നു പല്ലി? അത് ചെറിയതല്ലേ, അരണ അല്ലേ, ചെറിയൊരു അരണനെ കൊടുന്നു കാണിച്ചു തരാം കേട്ടോ. കളിയാണ് അതുകൊണ്ട്. ഡാ പാമ്പിനെ കൊണ്ടുവരും, നമ്മൾ ശ്രദ്ധിക്കണം. അകത്തൊക്കെ കൊണ്ടുവരും പാമ്പിനൊക്കെ മഴയായ. അങ്ങനെ ചായയുടെ കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ ഞാൻ തീ പൂട്ടിയിട്ടുണ്ടോ. തീ കത്തി കിട്ടാൻ ഭയങ്കര പാടാണ്. എൻ്റെ വിറകൊക്കെ ഇങ്ങനെ ഒരു തണുത്തുകൊണ്ടാട്ടോ. പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പം ഞാനിന്ന് മന്തി എന്തെങ്കിലും കൊണ്ടുവരും, ഇതൊക്കെ സോപ്പിടട്ടെ വെച്ചിട്ട് തീയും എല്ലാം കത്തിക്കണുള്ളൂ. വെള്ളമൊന്നും ചൂടായിട്ട് തന്നെയല്ല. പിന്നെ ബാനോട് ചോദിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്താണെന്നറിയില്ല, എന്തൊരു മടിയാണേ എനിക്ക്, സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പം പിന്നെ എന്താ പൊന്നു വന്നു പറഞ്ഞിട്ട് മറ്റൊരു ഓടണം കേട്ടോ. ഓള് വരാനൊന്നും നേരമായിട്ടുണ്ടായിരുന്നില്ല. ആരോ ഒന്ന് വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സമ്മതിച്ചിട്ടോ, നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ്. വെള്ളിയല്ലേ. അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങണ്ടിന്. മുത്തുട്ടിക്ക് ഡ്രസ്സ് തന്നെ ഇടണം. ഞാൻ കയ്യാണെങ്കിൽ കേട്ടോ ഇന്നറാണെങ്കിൽ തിരഞ്ഞിട്ട് കാണാനല്ലോ, അവരെടുത്തുന്ന ഡ്രസ്സ് തന്നെയല്ല, അപ്പം അതന്നെ ഇടണം. അപ്പം ഇതാണ്ട കേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഒരു നൊഞ്ചിക്കുട്ടിയെ അത് തിന്നാനും വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാന്ന് തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിക്കോട്ടെ കേട്ടോ. ആദ്യ കുട്ടാ ആര് ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഇതാരാ ഉണ്ടാക്കിയേ? പൊന്നിറ്റാറ്റുണ്ടാക്കിയതാ. Не пойди.
തീറ്റ തുടങ്ങി കേട്ടോ. ആദ്യക്കുട്ട അവിടെ നിന്ന് തന്നെ തിന്നാണ്. ആദ്യം ഇവിടെ വന്നിരിക്കേ. ഞാനൊരു ചെറിയ കഷ്ണം എടുത്തുക്കണ്. ബീസിനുള്ള തല്ലാട്ടോ അവിടെ കാണുന്നത്. എനിക്ക് ഉമ്മ എന്നുള്ളത് തന്നിക്കണ്. വാ, ഒരു കഷ്ണം ഞാൻ കഴിച്ചു, രണ്ടാം കഷ്ണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിന്ന് ഒരു വെറൈറ്റി തീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുത്തൊട്ടി കലോ പറ്റിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് കാണുമാവോ, അതന്നെ ഇപ്പോൾ കുറഞ്ഞ് ചെറുതായി വന്ന്. പിന്നെ എനിക്ക് സമ്മാനങ്ങൾ തരുന്നതേനു കേട്ടോ. കുറേ മിഠായികളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അല്ലാത്ത സമ്മാനങ്ങളൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ, പിന്നെ എന്തെങ്കിലും നമുക്ക് ഡ്രസ്സൊക്കെ ഇപ്പം ഇനി എടുക്കണ്ടല്ലോ. പിന്നെ അവർ എടുത്തു കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ എനിക്ക് നേരായിട്ടില്ലെങ്കിലൊക്കെ വിചാരിച്ചിട്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അല്ലുവിൻ്റെ വക മിഠായിയും ബർത്ത്ഡേ വിഷസും ഒക്കെ കഴിഞ്ഞ് പിന്നെ മുത്തൊട്ടിയാണ് കേട്ടോ. മുത്തൊട്ടി കുറേ അതിന് മിഠായി വാങ്ങി, പിന്നെ അതൊക്കെ ഓരോ തീറ്റ കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവന്നാട്ടോളും ഭാവിയും പോയിക്കാണ്ട്. അങ്ങനെ കുറച്ചധികം മിഠായി ഉണ്ടായിരുന്നു കേട്ടോ ഓളത്. അങ്ങനെതാ അതൊക്കെ ഒന്ന് ഇതാക്കി ഫ്രിഡ്ജിൽ ഇരുന്ന് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നാണ്. ആ കൊട്ടിച്ചൊക്കെ വെച്ചിക്കണം. ഇന്നെ കൂട്ടാതെ പോയിട്ട് വാങ്ങുകയാണ് ഇതൊക്കെ. അപ്പോൾ ഡ്രസ്സ് പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഒരു വാങ്ങാൻ ഡ്രസ്സിന് ഇത് ഇപ്പോൾ ഈ ഒരു ഇട്ട ഒരു ഡ്രസ്സ് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പെരുന്നാൾക്ക് ചിലപ്പോൾ എടുക്കണം തന്നെ ഇല്ല എനിക്ക്, കാരണം ഡ്രസ്സ് ഇപ്പോൾ കുറേ ഉണ്ട്. മഴ എടുക്കാൻ പോകണം, പെരുന്നാൾ തന്നെ ഇപ്പോൾ മഴയായിട്ട് ഉണ്ടാവുമല്ലേ എന്താ അറിയില്ല. പൊന്നു കൊണ്ടുവന്നാണ് കേട്ടോ ഈ മിഠായികൾ. ഇന്ന് ട്യൂഷൻ വിട്ട് വന്നപ്പോഴാണ് അവൾ കൊണ്ടുവന്ന്. ഞാൻ ഇന്നലെ വൈകുന്നേരം അവൾ കേക്കിൻ്റെ ഇതിൽ ആവുകൊണ്ട് തന്നെ ഓലപ്പം പോയിട്ടുണ്ടായിരുന്നില്ല വാങ്ങാൻ. പിന്നെ നമ്മൾ ആദ്യക്കൂട്ടതാ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ ചാറ്റുന്നേ ഉള്ളൂ. സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് വെള്ളിയും കൂടെ അല്ലേ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട്, അല്ലെങ്കിൽ പിന്നെ പള്ളി തിരിഞ്ഞ് വന്നിട്ട് പോയിട്ട് കഴിക്കാൻ നിന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിശക്കുമെന്ന് അറിഞ്ഞാണ്ട് നേരത്തെ ചായ കുടിച്ചതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ റൈദാൻ കുഴിമന്തിക്കാട്ടോ പോയത്. ഇവിടുന്ന് മന്തി പിന്നെ അൽഫാമും കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരും കൂടെ കഴിക്കാനിരുന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് വന്ന ശേഷം കേട്ടോ കഴിക്കാനിരുന്നത്. അപ്പോഴേക്ക് തന്നെ കേട്ടോ ആദ്യക്കുട്ടനെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. പക്ഷെ അപ്പൊ ഇത് പിന്നെ വൈകുന്നേരമായിട്ട് കുറേ സമയമായിട്ട് കിടന്നുറങ്ങി എല്ലാവരും ഉറങ്ങിയിട്ട്. പിന്നെ വൈകുന്നേരമായി ഇങ്ങനെ പുറത്ത് ചാടിച്ചിരിക്കുകയാണേ. പുറത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ ആ മഴൻ്റെ ഒരു മൂടൽ കണ്ടപ്പോൾ പിന്നെ പോയില്ല. പാർക്കിൽ എവിടെയെങ്കിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ പിന്നെ ഞാൻ എന്താ മയോണൈസ് ഉണ്ടാക്കട്ടെ വൈകുന്നേരത്തിന്. ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാറിന് പൊറാട്ട ഉണ്ട് രാവിലത്തെ, ബാക്കത് മതി. മുട്ട പൊറാട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. സാൻഡ്വിച്ചുകളുള്ള മുട്ടയൊക്കെ ഇതാ അല്ലുമാണ് റെഡിയാക്കി എടുക്കുന്നത്. മുത്തൂട്ടി പിന്നെ കേക്കൊക്കെ എന്തൊക്കെയോ എങ്ങനെ കണ്ട് ചെറിയൊരു ഇതിലാക്കിയിട്ട് നമ്മൾ വാങ്ങുമല്ലോ, ഒരു 20 രൂപേൻ്റെ കേക്കൊക്കെ വാങ്ങൂല, അതുപോലെ ആക്കി എടുത്തേക്കാണ് കേട്ടോ. പിന്നെ തലേന്ന് കൊടുന്ന സാധനങ്ങളൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ കവർ തന്നെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ഇതാണ് കേട്ടോ, ഈ മഴ കുറച്ചൊക്കെ ഒരു മടിയാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയൊരു മടിയൊക്കെയാണ് കേട്ടോ. 10 മണിയാകുമ്പോഴത്തേന് വേഗം പണിയൊക്കെ ഒരുക്കുക, കിടന്നുറങ്ങുക, അതൊരു പണി. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ നല്ല ഇതായിരിക്കും. രാവിലെ എണീറ്റ് 7:15 പൊന്നൂന് പോകണം, ചായയും കടിയും വേണം, ചോറ് കൊണ്ടുപോകും വേണം. എന്തൊക്കെയാകുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ തന്നെ പൊതുവേ എല്ലാവർക്കും ഒരു മടിയില്ല. അടുക്കളയ്ക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ മഴയും കാറ്റും കൂടി ആണെങ്കിൽ തണുത്ത കാറ്റും ഇങ്ങോട്ട് അടിച്ചിട്ട് നമുക്ക് ഗ്രില്ലൊക്കെ ഉള്ള വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാവും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ 2 പാൽപ്പൊടി വാങ്ങി, അത് നോക്കാണ്ട് ഞാൻ ഇവിടെ കുട്ടീനെ എടുത്തുകൊണ്ട് ചെയ്യാണ് പൊറാട്ടയും സംഭവങ്ങളൊക്കെ. പിന്നെ ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു, ഒന്ന് ജസ്റ്റ് നെയ്യൊക്കെ ഒന്ന് ആക്കിയിട്ട്. പിന്നെ മുട്ട അങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ അവരൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും തന്നെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു മന്തി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കുറച്ച് കഴിച്ചായിരുന്നേ. പിന്നെ സീരിയലൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് മാങ്ങ ഉണ്ടായിരുന്നിട്ട് കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാങ്ങ ഇങ്ങനെ എന്താ പുളിയൊന്നുമില്ല കേട്ടോ, എന്നാലോ നല്ല മധുരമല്ല, ഒരു പച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു മാങ്ങീന്ന്. ഇതായിട്ട് നമ്മൾ സാൻഡ്വിച്ച് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടിട്ടുണ്ടാവും കരുതണം. ഇപ്പോൾ ഇതാ മാങ്ങയൊക്കെ പൂണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങൻ്റെ ആൾ ഇതാ വന്നിട്ടുണ്ട്, ഓൻ അവിടെ ഇട്ടു. ഓൻ്റെ സാൻഡ്വിച്ച് കണ്ടില്ല അപ്പുറത്തിരിക്കണുണ്ടോ, കഴിച്ചിട്ടില്ല.
ഒരെണ്ണം കഴിച്ചു, 2 ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് കഴിച്ചു. പിന്നെ ഇപ്പോൾ 2 കൊടുത്തിരുന്നു കേട്ടോ അവന്. കാര്യം രാത്രി പിന്നെ അവനൊരു വിശപ്പ് വരും. അങ്ങനെ 10 മണിയായിട്ടോ, പിന്നെ അതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ കുറേ സമയം ടി വി കണ്ടിരുന്ന് അങ്ങനെ ഇരുന്ന് 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. ആദ്യക്കുള്ള പമ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കിടക്കാൻ പോവുകയാണ് കേട്ടോ. ഓനാണെങ്കിൽ ഇപ്പോൾ കണ്ടോ വണ്ടിമേലാണ്, പാവക്കുട്ടീനെയൊക്കെ എടുത്ത് വണ്ടിമേൽ നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും പോയി കടന്നിട്ടുണ്ട്. ബാഗ് കിടന്നിട്ട് കേട്ടോ, മീറ്റിംഗ് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂട്ട് നമ്മളെ വീഡിയോ, ബർത്ത്ഡേ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.